നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല നിർവഹണ സമിതി രൂപീകരണ യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. BJP ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം നമോ ഭവനിൽ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്താമറിയം വലിയ പള്ളിയിൽ സുറിയാനിയിൽ റംഷ പ്രാർത്ഥന നടത്തി. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പാണഞ്ചേരി CPM ലോക്കൽ കമ്മിറ്റി അനുശോചിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 2025 മാർച്ച് 30 മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം നടത്തുമ്പോൾ തൃശൂർ ജില്ല 1ാം സ്ഥാനത്തെന്ന് കേൾക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണമുണ്ടാകണമെന്ന് റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജൻ അഭ്യർത്ഥിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല നിർവഹണ സമിതി രൂപീകരണ യോഗം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നതായും മന്ത്രി അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജില്ലാതല സമിതിയുടെ ചെയർപേഴ്സൺ, വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർപേഴ്സൺ, കൺവീനർ, ജില്ലാ കളക്ടർ, കോ കൺവീനർ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, ജോയിന്റ് ഡയറക്ടർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ, ജലസേചന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, DMO, പ്രിൻസിപ്പൽ, കൃഷി ഓഫീസർ തുടങ്ങിയവർ ജോയിന്റ് കൺവീനർമാരാകും. ജില്ലയിലെ MP-മാർ, MLA-മാർ, മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് സൂപ്രണ്ട്, കോർപ്പറേഷൻ സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറിമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, CKCL മാനേജർ, കില ഫെസിലിറ്റേറ്റർ, കേരള ഗ്രന്ഥശാല സംഘം ജില്ലാ സെക്രട്ടറി, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ, MGN REGS ജില്ലാ കോർഡിനേറ്റർ, എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, വനിതാ സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ജില്ലാതല സമിതി അംഗങ്ങളായിരിക്കും. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലത്തിലും ഡിവിഷൻ വാർഡ് തലത്തിലും സമാന സമിതികൾ രൂപീകരിക്കും. മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന ക്യാമ്പയിനെ ജനകീയ സ്വഭാവത്തോടെ വിപുലീകരിച്ച് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിച്ചേരുന്ന ശീലമാറ്റത്തിന് പ്രേരണയായി മാറുന്ന അനുഭവവേദ്യമായ ഫലങ്ങളുണ്ടാകുന്ന ക്യാമ്പയിൻ 2025 മാർച്ച് 30 ആകുമ്പോൾ കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് PN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. PG ഡാം അശാസ്ത്രീയമായി തുറന്നുവിട്ട് വെള്ളപ്പൊക്കമുണ്ടാക്കി കോടികളുടെ നഷ്ടം വരുത്തുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ഇത്ര ക്രൂരമായ സംഭവമുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. മന്ത്രി രാജൻ ഈ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനാൽ മന്ത്രി രാജിവെക്കണം. കർഷകരുടെ കൃഷി നശിച്ചതിനും വീടുകൾ നഷ്ടപ്പെട്ടതിനും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ റിൻസൺ വർഗീസ്, KN വിജയകുമാർ, സന്ദീപ് സഹദേവൻ, മനോജ് പുഷ്കരൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മിനി വിനോദ്, PU ചന്ദ്രശേഖരൻ, KT എബ്രഹാം, മണ്ഡലം പ്രസിഡന്റുമാരായ ഡേവിസ് ചെക്കാലക്കൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ജോയ്സൺ, ഷോണി പുളിക്കൽ, ഗോപിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീതാറാം യെച്ചൂരിയുടെ വിയോഗം CPM-നും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനും ഏറ്റ കനത്ത തിരിച്ചടിയാണെന്ന് CPM പട്ടിക്കാട് ലോക്കൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ ഐക്യമെന്ന മുദ്രാവാക്യത്തിന്
ഏറ്റവും അധികം ശക്തി പകർന്ന ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന മേഖലകൾക്കപ്പുറത്ത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന യെച്ചൂരിയുടെ സംഭാവന BJP വിരുദ്ധ വോട്ടുകൾ ഒന്നിക്കുവാനും ഇന്ത്യയിൽ BJPക്കെതിരായി ഒരു പോരാട്ടം ശക്തിപ്പെടുത്തുവാനും വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന യെച്ചൂരിയുടെ നിരന്തരമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ സഖ്യം രൂപപ്പെടുവാൻ ഇടയാക്കിയത്. യെച്ചൂരി ആഗ്രഹിച്ചതുപോലെ ഒരു 100% ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു ഗവൺമെന്റ് ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ ഒരു 100% ഐക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ യെച്ചൂരിയുടെ ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ രാഷ്ട്രീയം വെറും കക്ഷി രാഷ്ട്രീയമായിരുന്നില്ല. അത് രാജ്യം ആവശ്യപ്പെടുന്ന ഏകാധിപത്യത്തിനെതിരായ രാഷ്ട്രീയമായിരുന്നു. ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. മതേതരത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. ആ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ അദ്ദേഹത്തിന്റെ പിൻതലമുറകൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. യെച്ചൂരി നമ്മോടൊപ്പമില്ല. അദ്ദേഹം തെളിയിച്ച വഴികൾ കൂടുതൽ അനുയായികൾക്ക് കടന്നുവരുവാൻ കഴിയുന്ന ഒരു മാർഗമാകട്ടെ എന്ന് ആശിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹപ്രവർത്തകരോട്, സീതാറാം യെച്ചൂരിയുടെ കുടുംബാംഗങ്ങളോട്, സീതാറാം യെച്ചൂരിയെ സ്നേഹിച്ചിരുന്ന ലക്ഷോപലക്ഷം വരുന്ന അദ്ദേഹത്തിന്റെ സഹാക്കളോടും, പാണഞ്ചേരി LC സെക്രട്ടറി മാത്യു നൈനാൻ, ഏരിയ കമ്മിറ്റി അംഗം സാവിത്രി സദാനന്ദൻ, ലോക്കൽ കമ്മിറ്റി സെന്റർ അംഗം PV സുദേവൻ, ബ്രാഞ്ച് സെക്രട്ടറി PT പ്രസീദ് തുടങ്ങിയവർ ഹൃദയപൂർവ്വമായ അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പെട്ടെന്നുള്ള അദ്ദേഹത്തിനുണ്ടായ അസുഖത്തെ ബാധിച്ച് നിര്യാണപ്പെട്ടിരിക്കുക. പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് വലിയ ഒരു നഷ്ടമാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഒപ്പം മതേതര വർഗീയ വിരുദ്ധ ചേരികളുടെയും പൊതു നേതാവെന്ന നിലയിൽ സഖാവ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ ഒരു സ്ഥാനം പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലയളവിൽ ഇന്ത്യയിലെ വർഗീയവാദികളായിട്ടുള്ള മോദി സർക്കാരിനെതിരെ അതിശക്തമായ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ എന്ന ആ മുന്നണിയുടെ ആശയം തന്നെ ഒരുപക്ഷെങ്കിൽ സഖാവിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരാശയത്തെ കോർത്തിണക്കിയാണ് ഇന്ന് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ വലിയ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ കാലത്ത് JNUവിലെ SFIയുടെ നേതൃത്വത്തിലേക്ക് വരികയും അതുവഴി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയതയ്ക്കും ജനാധിപത്യത്തിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സമരങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. തൃശൂർ ജില്ലയിൽ വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ച 4 അക്ഷയ കേന്ദ്രങ്ങൾക്ക് അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ധനസഹായം കൈമാറി. സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ സ്വരൂപിച്ച ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുമാണ് ധനസഹായം കൈമാറിയത്. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നാശനഷ്ടം സംഭവിച്ച അക്ഷയ സംരംഭകർക്ക് നഷ്ടപരിഹാര തുകയ്ക്കുള്ള ചെക്കുകൾ വിതരണം ചെയ്തു. ഫേസ് ജില്ലാ പ്രസിഡന്റ് ജെഫേഴ്സൺ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ബിബിൻ പാലാട്ടി, ട്രഷറർ സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 4 അക്ഷയ കേന്ദ്രങ്ങളിലുണ്ടായ നഷ്ടത്തിന്റെ 80% തുകയായ 1,22,280 രൂപയാണ് സംരംഭകരായ ഓട്ടുപാറ സ്വദേശി അജീഷ് VN, ആമ്പല്ലൂർ സ്വദേശിനി ബീന ഷാജു, മുള്ളൂർക്കര സ്വദേശി ടിൻഡു KF, മൂർക്കനിക്കര സ്വദേശിനി വത്സ ശ്രീധരൻ തുടങ്ങിയവർക്ക് കൈമാറിയത്. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒല്ലൂക്കര സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ പഞ്ചായത്തിൽ ഓണക്കിറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പ്രോഗ്രാം മാനേജർ ശ്രീമതി ത്രേസ്യ ദേവസി അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ ഒല്ലൂക്കര ബ്ലോക്ക് മെമ്പർ ശ്രീ നന്ദൻ കുന്നത്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സീഡ് സെക്രട്ടറി ശ്രീമതി സിനി ബാബു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ശ്രീ ഡയോ ചിറയത്ത് നന്ദിയും രേഖപ്പെടുത്തി. BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ജില്ലാ ഓഫീസ് നമോ ഭവനിൽ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകർ വിദ്യാധരൻ മാഷ്, അനൂപ് ശങ്കർ,
കൂടിയാട്ടം കലാകാരൻ വേണുജി തുടങ്ങിയവർ പങ്കെടുത്തു. കുമ്മനം രാജശേഖരൻ പ്രവർത്തകർക്ക് ഓണക്കോടി നൽകി ഓണാശംസകൾ നേർന്നു. തുടർന്ന് ഓണക്കളിയും വടംവലിയും പൂക്കള മത്സരവും കലാപരിപാടികളും നടന്നു. വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്കുള്ള പ്രദക്ഷിണം ഭക്തി നിർഭരമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്താമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ ലീവ പെരുന്നാളിനോടനുബന്ധിച്ച് 6:45 അബുവിന്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വത്തിൽ സുറിയാനിയിൽ റംഷ പ്രാർത്ഥന നടത്തും. തുടർന്ന് ശക്തൻ തമ്പുരാൻ നൽകിയ 2 കുത്തുവിളക്കുകൾ, 25 പൊൻകുരിശും 20 മുത്തുകുടകൾ, നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ ഫാദർ ഡെൽമിൻ ഡേവിസ് മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ പ്രദക്ഷിണം വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രവേശിച്ചു. 13-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് പാട്ടുകുർബാന അഭിമന്യ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. 9 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് നേർച്ചക്കഞ്ഞി ആശീർവാദവും വിതരണവും ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് റംഷാം പ്രാർത്ഥന, സംഗീതാർച്ചന, 5 മണിക്ക് ആരാധന ഉണ്ടാകുന്നതാണ്. വലിയ പള്ളി വികാരി റവറൻ ഫാദർ KR ഇനാശു, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽമിൻ ഡേവിസ്, തിരുനാൾ കൺവീനർ റോയ് EI, കൈക്കാരൻ സോജൻ P. ജോൺ, ജോർജ് ജോയ് തുടങ്ങിയവർ സ്ലീവ പെരുന്നാളിന് നേതൃത്വം നൽകുന്നു. ഇസാഫ് സ്റ്റാഫ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടന്നു. ഇസാഫിന്റെ മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരുടെ ഓണാഘോഷം റവന്യൂ ഭവന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇസാഫ് സ്ഥാപകൻ K. പോൾ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇസാഫ് ബാങ്ക് ചെയർമാൻ PR രവി മോഹൻ ഓണസന്ദേശം നൽകി. ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജിത്ത്, കല്യാൺ സിൽക്ക് സ്ഥാപകൻ PS പട്ടാഭിരാമൻ, ഇസാഫ് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ജോർജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫിലെ വിവിധ സ്ഥാപനങ്ങളിലെ 2500-ലധികം വരുന്ന ജീവനക്കാർ പങ്കെടുത്ത ചടങ്ങിൽ ജീവനക്കാരുടെ വിവിധ മത്സരങ്ങളും നടക്കുകയുണ്ടായി. ഈ ഓണത്തിനും സമൃദ്ധിയുടെ വിതരണത്തിന്റെ തെറ്റുകൾക്കെതിരായി പൊതുവായിട്ടുള്ള തുല്യതയെക്കുറിച്ചാണ് ഇസാഫ് എപ്പോഴും ഏതാണ്ട് 3 പതിറ്റാണ്ടോളമായി ഇസാഫിന്റെ യാത്രക്കിടയിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എപ്പോഴും തുല്യത എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. ഞാൻ പ്രിയപ്പെട്ട പോൾ തോമസിനോട് പറയുകയായിരുന്നു, ഓണവുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഇസാഫ് തയ്യാറാക്കിയ പരസ്യത്തിലും ആ തുല്യതയുണ്ട്. തുല്യത ഒരു വാചക കസർത്തല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത വിധത്തിൽ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് തുല്യത. മാവേലിയാകാൻ ഒരു പെൺകുട്ടി കൈബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെൺകുട്ടിക്ക് മാവേലിയാകാം എന്ന് ലോകത്തിനോട് ഇസാഫിന് പറയാനായി എന്നുള്ളത് ഞങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തുല്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ് എന്ന് പ്രത്യേകമായി ഈ ഘട്ടത്തിൽ എടുത്തു പറയുന്നത്. നെൽവയൽ നികത്തുകയും മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം കയ്യേറി നഴ്സറി നടത്തുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മാടക്കത്ര കുരിയാംപാടം മണ്ണിട്ട് നികത്തി കുടിവെള്ള സ്രോതസ് തടസ്സപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ വർഷങ്ങളായി കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, കളക്ടർ എന്നിവർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ റവന്യൂ മന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ചതോടെ കളക്ടറോട് മന്ത്രി വിശദീകരണം തേടി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി സ്ഥലം സന്ദർശിച്ച് സ്ഥിതിവിവരങ്ങൾ കളക്ടറെ അറിയിക്കുമെന്നും പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അടക്കം CPM നേതാക്കളായ അനൂപ്, ബോബി തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു.
നൂറുകണക്കിന് കുടുംബങ്ങളുള്ള കുടിവെള്ള സ്രോതസ്സാണ് ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെള്ളം കുടിക്കില്ല. ടാങ്കും ഒരു കുളമാണ് അതുള്ളത് കാണുന്നത്. പിന്നെ ഇവിടെ ഈ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുളിക്കടവ് പോലുള്ള സ്ഥലമാണ് ഇവിടെയുള്ളത്. പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന സാധനം അത് അടച്ചു കൂട്ടുന്നത്. ഇതുവരെയാണ് ഈ മണ്ണിട്ട് നടത്താൻ പാടില്ല. ഇത് വെച്ചാൽ അത്രയും നല്ല തണ്ണീർ തരുന്നത് അടക്കം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെള്ളത്തിൻ്റെ അത്രയും ഇതിലുള്ള ഒരു സ്ഥലമാണ്. ചുറ്റുപാടും നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം എങ്ങനെ കിട്ടിക്കില്ല നമുക്ക് കൃഷി ചെയ്യുന്ന അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോറി വേസ്റ്റ് പഠിച്ചപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇപ്പോൾ ഒരു ലോഡന്നെ കോറി വേസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഈ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് രാത്രിയിൽ വന്ന് മണ്ണടിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് സമയത്ത് മണ്ണടിച്ചു. പിന്നെ ഒരു പിണറായി വിജയൻ പറഞ്ഞ സമയത്തും ആർക്കാരും ആ സമയത്ത് മണ്ണടിച്ചു. അങ്ങനെ 2-3 അങ്ങനെയുള്ള സമയങ്ങൾ നോക്കിയിട്ട് മണ്ണടിക്കുന്നത് പോലീസുകാർ വരാത്ത രീതിയിൽ. ഇപ്പോൾ വില്ലേജ് ഓഫീസറിലുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ്. അപ്പോൾ സ്റ്റോപ്പ് കൊടുത്തിട്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നിയമത്തെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ പരാതിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാണിക്കുമ്പോഴേ വെള്ളം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീപ്പുണ്ടാകും. എന്നാലേ ആ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്ഥലം ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോഴുള്ള ഭൂമി അത് ഞങ്ങൾ ഭൂമിയൊക്കെ ഞങ്ങളുടെ ഭൂമിയായിരുന്നു. പാർട്ടീഷനായി ഇപ്പോൾ അത് കൊടുക്കുന്നത് ഒരു 10-20 ഏക്കറിന് സ്ഥലം ഉണ്ട്. പാടം തന്നെ നിർത്തി അത് ഇപ്പോഴും തന്നെ നിറയെ കിടക്കുന്ന സ്ഥലം തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ അവരുടെ ചേട്ടനും മണിയാണ് എപ്പോഴും നയിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുടിവെള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ നഴ്സറിയുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഈ നികത്തുന്നത് കൊണ്ട് വെള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാടം നികത്തി പോകുന്നത് ഇതൊക്കെ മാറ്റിയിട്ടൊന്നുമില്ല. അന്നത്തെ കാലത്ത് ആരും അതിനെ എതിർക്കാതെ തന്നെ പ്രശ്നമാണ്. നമ്മൾ ചെറിയ കുട്ടികളല്ലേ ഇപ്പോഴല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ അനുവദിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മുടെ പ്രദേശത്ത് മുഴുവൻ ചെയ്യുന്നുണ്ട്. പലവിധ ഈ നേഴ്സറി വീണ്ടും വീണ്ടും വരികയാണ്. പഞ്ചായത്ത് മൊത്തം നേഴ്സറി എല്ലാ പാടും ഈ പേര് പറഞ്ഞ അത് നിയന്ത്രിക്കാൻ ഒന്നും നിയന്ത്രിക്കാതെ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ ഭൂമി നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇവിടെ പരിശോധനയ്ക്ക് വന്നിരുന്നു. വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ എല്ലാവരും സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥലത്ത് മണ്ണിട്ട് നികത്തുക എന്ന് പറഞ്ഞാൽ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് നടന്നിരിക്കുന്നത്. മേനാശ്ശേരി ഡൊണാൾഡ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസ് അവരുടെ ഈ പാടം വാങ്ങി നാട്ടുകാർക്ക് എന്താ പറയുക നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിനെയും നാട്ടുകാരെയും വെല്ലുവിളിക്കുകയാണ്. യാതൊരു കാരണവശാലും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഞങ്ങൾ അനുവദിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾ, പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ മണ്ണ് നികത്തിയ സംവിധാനത്തെ ആ മണ്ണ് തിരിച്ചെടുത്ത് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നതുവരെ ജനങ്ങളോടൊപ്പം പഞ്ചായത്തും എല്ലാ ഭരണ സംവിധാനവും ഉണ്ടാവും എന്ന് ഞാൻ ജനങ്ങൾക്ക് തന്നെ ഉറപ്പ് നൽകുകയാണ്. ഇവരെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നടപടികൾ മാടക്കത്ര പഞ്ചായത്തിനകത്ത് അനുവദിക്കില്ല. അതിനാവശ്യമായ ഇടപെടൽ നിർബന്ധമായും നടത്തും എന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം ആർപ്പോ ഇറോ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുകൂടി വർണ്ണശബളമായ മെഗാ പൂക്കളമൊരുക്കി. തുടർന്ന് കുട്ടികൾക്കായി വിവിധ ഓണക്കളികളും സംഘടിപ്പിച്ച് അർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകി. അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിൽ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രധാനാധ്യാപിക രേഖ ടീച്ചർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓണാശംസകൾ നേർന്നു. തൃശ്ശൂർ ജില്ലയിലെ GHSS പീച്ചിയിലെ HM ആണ് ഞാൻ. എല്ലാവർക്കും ആരും തന്നെ ഓണാശംസകൾ നേരുന്നു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഐക്യത്തോടുകൂടി ഏക മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം എന്ന് പറയുന്നത്. ഓണം ഒരു ജനകീയ ഉത്സവമാണ്. ഏതൊരു ഉത്സവത്തിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യം ഉണ്ടായിരിക്കും. ഓണത്തിൻ്റെ പിന്നിലും അതുപോലെ തന്നെ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കൂടിയ ഒരു സന്ദേശം കൂടിയാണ് ആ ഒരു ഐതിഹ്യത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ വർഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിജീവനം ആ ഒരു മാർഗത്തിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവന പാതയിലൂടെ നമ്മൾ വീണ്ടും ഒരു ഓണം, ഒരു ത്യാഗനിർഭരമായിട്ടുള്ള സ്നേഹത്തോടെ ഐക്യത്തോടെയുള്ള ഒരു ഓണമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാപ്പ നിയമലംഘനം പ്രതി മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ടയാളും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ കൊഴിക്കുള്ളി കോലങ്ങത്ത് വീട്ടിൽ സത്യജിത്ത് എന്നയാളെയാണ് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുട്ടനെല്ലൂർ എന്ന സ്ഥലത്തു നിന്നും മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ബിജു പോളും സംഘവും പിടികൂടിയത്. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുട്ടനെല്ലൂർ എന്ന സ്ഥലത്ത് കറങ്ങി നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മണ്ണുത്തി SI ബിജു പോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് മാധവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, അജീഷ് മോൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പുത്തൂർ കനറ ബാങ്കിന് സമീപം ഇതൾ ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ചുള്ളിക്കാട്ടിൽ ബിൽഡിംഗിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ പ്രവർത്തിക്കുന്നു. ലേഡീസ് ഫാൻസ് ഐറ്റംസ്, സ്പ്രേകൾ, പ്രസന്റേഷൻ ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഫോൺ 9037432962.
വെട്ടുകാട് 169 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം സംഘടിപ്പിച്ചു. വെട്ടുകാട് ദേവി സന്നിധാനത്തിൽ സംഘടിപ്പിച്ച പരിപാടി DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിൻസൺ വർഗീസ്, ശോഭാ ചന്ദ്രൻ, ഷാജു തൊമ്മാന, ജിനോ TC, രാമചന്ദ്രൻ, രാജേഷ് കുമാർ, KK വേലായുധൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണപ്പുടവ വിതരണം സംഘടിപ്പിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒരു ഓണപ്പുടവ എന്ന പേരിൽ മൂർക്കനിക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ചാലക്കുടി MLA TJ സനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജോ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി ഷാജി കോടങ്ങണ്ടത്ത്, KN വിജയകുമാർ, ജോബി കുഴിക്കാട്ടിൽ, മിഥുൻ മോഹൻ, ML ബേബി, റെജിൻ നാലുകണ്ടത്തിൽ, അൽജോ ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. 100 ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ ധനസമാഹരണത്തിന്റെ ഭാഗമായുള്ള ഉപ്പേരി വിൽപ്പനയുടെ ആദ്യ വിൽപ്പനയും ചടങ്ങിൽ നടത്തി. അപ്പോൾ അതിന്റെ ഭാഗമായി നാട് ഭരിച്ചിരുന്ന ഈ നാട്ടിൽ ഇന്ന് പിണറായി വിജയനാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്തം കേരളത്തിൻ്റെ പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും അതിൻ്റേതായ പ്രയാസങ്ങൾ, തൊഴിലില്ലാത്ത അവസ്ഥ. ഇവിടെ ഞാൻ വന്നപ്പോൾ ചേട്ടനൊരു പഴയൊരു നോട്ടീസ് തന്നു. ഉമ്മൻചാണ്ടി സാർ 25 കിലോ അരി സൗജന്യമായി കൊടുത്ത അതിൻ്റെ കൊല്ലൂരിലെ ഉദ്ഘാടന ചടങ്ങിൻ്റെ നോട്ടീസാണ് തന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ച് സാധാരണക്കാരനും പാവപ്പെട്ടവരും ഒക്കെ പ്രാപ്യമായിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഇതേപോലെ പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഈ ഒരു മഹനീയ ചടങ്ങുമായിട്ട് ഓണം ആഘോഷിക്കാൻ ഈ നമ്മുടെ നാട്ടിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഓണപ്പുടവ കൊടുക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി സമരം ചെയ്യുക, ജാഥ നടത്തുക, സത്യാഗ്രഹം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇതുപോലെയുള്ള പരിപാടികൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെയുള്ള പരിപാടികളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് യഥാർത്ഥ യൂത്ത് കോൺഗ്രസ്സായിട്ട് മാറുന്നത്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഓണക്കളി, തിരുവാതിര, വഞ്ചിപ്പാട്ട്, കുമ്മാട്ടിക്കളി, ഓണപ്പാട്ട്, പുലിക്കളി എന്നീ കലാപരിപാടികൾ അരങ്ങേറി. കുട്ടികൾക്കെല്ലാം വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണാഘോഷ പരിപാടികൾക്ക് സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, SMC ചെയർമാൻ സുബീഷ് കുണ്ടായി, MPTA പ്രസിഡന്റ് മേഘ സുമേഷ്, വൈസ് ചെയർമാൻമാരായ വിജയൻ TA, മാർവിൻ മൈക്കിൾ, അനു സോണി, PTA, SMC, MPT അംഗങ്ങൾ തുടങ്ങിയവരും നേതൃത്വം നൽകി.
തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി ചെറുക്കേക്കോട് റോഡിൽ പവർ ഗ്രിഡ് റോഡിന്റെ കാന നിർമ്മാണം ആരംഭിച്ചു. കാന ഇല്ലാതിരുന്നത് നാട്ടുകാർക്ക് മാലിന്യം തള്ളാനുള്ള ഒരു കേന്ദ്രമായി മാറിയതോടെ പരിസരവാസികൾ പരാതികളുമായി പഞ്ചായത്തിനെ സമീപിച്ചു. ഇതോടെ കാന നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഭാഗികമായി ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ റോഡ് കൂടി പുതുക്കി പണിതാൽ മണ്ണുത്തിയിൽ നിന്നും വടക്കാഞ്ചേരിയിൽ എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയിൽ സ്ലീവ തിരുനാൾ ഇടവക പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടത്തി. സഭയിലെ സീനിയർ വൈദികൻ റവറൻ ഫാദർ ആന്റണി അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വികാരി റവറൻ ഫാദർ മൈക്കിൾ വെള്ളവദ്ര അച്ഛന്റെയും റവറൻ ഫാദർ MD അബി അച്ഛന്റെയും ഫാദർ സിറിൻ ആന്റണി അച്ഛന്റെയും സഹകാർമ്മികത്വത്തിലും ശുശ്രൂഷകൾ നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് റവറൻ ഫാദർ സിറിൻ ആന്റണി അച്ഛൻ സ്ലീവ തിരുനാളിനെ കുറിച്ചുള്ള മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വൈദികരും ഇടവക വിശ്വാസികളുടെയും ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തോടുകൂടി കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തി. പ്രദക്ഷിണം 8:30-ന് പള്ളിയിൽ പ്രവേശിച്ച് സമാപന പ്രാർത്ഥനയോടെ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് റവറൻ ഫാദർ MD അബിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഇടവക കൈക്കാരന്മാരായ തിമോത്തി വടക്കേ, TP ബാബു, സഭാ കൗൺസിൽ അംഗങ്ങളായ ജിൻസൺ പോൾ, ജീസ് AJ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. ഓണം വന്നണഞ്ഞതോടെ മണ്ണുത്തി മാർക്കറ്റും പരിസരവും ജനത്തിരക്കിൽ മുങ്ങി. പച്ചക്കറി കടകളിലും തുണിക്കടകളിലും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് അനുഭവപ്പെടുന്നു. വഴിയോര കച്ചവടങ്ങളും തകൃതിയാണ്. മഴ മാറി നിൽക്കുന്നത് കച്ചവടം കൂട്ടുവാൻ ഇടയാക്കിയതായി വ്യാപാരികൾ പറയുന്നു. നാളെയും മഴ മാറി നിന്നാൽ ഓണം പൊന്നോണമാകും.
പൂക്കച്ചവടവും തൃക്കാക്കരയപ്പൻ കച്ചവടവും വഴിയരികിൽ കാണുന്നുണ്ടെങ്കിലും കാര്യമായ വിൽപ്പനയില്ലെന്ന് തോന്നുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല നിർവഹണ സമിതി രൂപീകരണ യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം നമോ ഭവനിൽ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്താമറിയം വലിയ പള്ളിയിൽ സുറിയാനിയിൽ റംഷ പ്രാർത്ഥന നടത്തി. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പാണഞ്ചേരി CPM ലോക്കൽ കമ്മിറ്റി അനുശോചിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.